വാടാനപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം നടത്തിയതിനെക്കുറിച്ചുള്ള വാർത്തകൾ രാഷ്ട്രീയ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇത്തരം സൗജന്യ കിറ്റ് വിതരണം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. പണമോ സാധനങ്ങളോ കൊടുത്ത് വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടിനെ മാറ്റാൻ ശ്രമിക്കുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് എന്ന തത്വത്തിനെതിരാണ്. കൃത്യമായ രാഷ്ട്രീയ നയങ്ങൾക്കോ വികസന ചർച്ചകൾക്കോ പകരം ഇത്തരം സൗജന്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുന്നത് വോട്ടർമാരുടെ ചിന്താശേഷിയെ കുറച്ചു കാണുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം വിതരണങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധവുമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു 10 വർഷത്തിന് മുന്നേ ഒരു ഇലക്ഷൻ കാലത്ത് ഞാനൊരു കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഞാനൊരു ട്രെയിൻ യാത്ര നടത്തുകയുണ്ടായി. അപ്പോൾ ചില മലയാളികളായിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് സഹയാത്രികരായിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആര് ജയിക്കും അവിടെ എന്നൊക്കെയുള്ള ഒരു ചർച്ച വന്നപ്പോൾ അവർ പറഞ്ഞു, എല്ലാ പാർട്ടിക്കാരും സൗജന്യ കിറ്റുകൾ വീട്ടിൽ എത്തിക്കാറുണ്ട്. ഞങ്ങൾക്ക് വളരെ സുഖം, 3-4 മാസത്തേക്ക് പിന്നെ ഒന്നും വാങ്ങണ്ട. ചിലർ 5000 രൂപ തരും, കിറ്റും തരും. ചിലർ വേറെ ഭക്ഷണ കിറ്റുകൾ മാത്രം കൊണ്ടുത്തരും. പലവ്യഞ്ജനങ്ങളൊക്കെ ഒരു മാസത്തേക്കുള്ള സംഗതികളൊക്കെ എത്തും. എല്ലാ പാർട്ടികളും എത്തിക്കും. വണ്ടികളൊക്കെ പോകാനുള്ള കാശും കൊണ്ടുത്തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണെന്ന്. അപ്പോൾ എനിക്കതൊരു അത്ഭുതമായിരുന്നു അന്നൊക്കെ. ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെ നടക്കാമോ എന്നൊക്കെ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഇതേത് പ്രിമിറ്റീവായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കർണാടകയൊക്കെ. കേരളത്തിലൊന്നും അത് നടക്കില്ല, ഞങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും വയ്യ. ഇവിടെ ഒന്നും ഞാനത് കേട്ടുകേൾവി എനിക്ക് ഉണ്ടായിട്ടില്ല അന്നൊന്നും. അപ്പോൾ ഞാൻ വാ പൊത്തിച്ചിരിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരിയോട് പറയും, ഞങ്ങൾ ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുന്നു, നല്ല ഇലക്ഷൻ എന്ന് പറഞ്ഞു. കാരണം നമ്മളൊക്കെ ബഹുദൂരം മുന്നെയാണ് ഇത്. കുറച്ചുകൂടിയല്ല, വളരെ പ്രബുദ്ധർ താമസിക്കുന്നൊരു സ്ഥലമാണ് കേരളം എന്ന് ഊറ്റം കൊണ്ടിരുന്നു ഞാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചിരിച്ചു, നല്ല തമാശ, അപ്പോൾ സുഖമാണല്ലോ എന്നൊക്കെ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളും ഒരു പ്രിമിറ്റീവ് ഏജിലേക്ക് പോകുന്ന ഒരു തിരിച്ചു നടത്തം, ആ യാത്രയുടെ തുടക്കം നമുക്കിവിടെ കാണാൻ സാധിച്ചു ഇന്ന് വാടാനപ്പള്ളിയിൽ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ TN പ്രതാപൻ MP ഒക്കെ അവിടെ നിന്നുണ്ട്. ഭയങ്കര ദേവനെ പിടിച്ചകത്ത് നിർത്തിയിട്ടുണ്ട്. കിറ്റ് വിതരണം നടത്തിയതെന്ന് പറയുന്ന പാർട്ടി ആയതുകൊണ്ട് വേറൊരു നേതാവിനെയും ദേവനെയും ഒക്കെ അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. TN പ്രതാപന് അവിടെ ബഹളം വയ്ക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളും ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അവരുടെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ അവിടെ മുൻ MLA ആയിരുന്ന അവരുടെ വേറൊരു മുതലാളി, ഒരു ഇടതുപക്ഷ മുതലാളിയും അവിടെ പെരുന്നാളിൻ്റെ ഭാഗമായി കിറ്റ് വിതരണം നടത്തി എന്ന് പറയുന്നുണ്ട്. മുൻ MLA അല്ല, അതെനിക്കൊരു നാക്കുളുക്ക് പറ്റിയതാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയമില്ലാതില്ല. പക്ഷേ ഇത് ഇപ്പോൾ ആഘോഷങ്ങൾ, സൗജന്യ കിറ്റ് വോട്ടർമാർക്ക് ആയിട്ടുള്ള സൗജന്യ കിറ്റ് വിതരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 12,000 ചാക്കോളം അവിടെ വന്നിട്ടുണ്ട് എന്ന അറിവ് കിട്ടിയത് കൊണ്ടാണ് കോൺഗ്രസും UDFും നേതാക്കളൊക്കെ അവിടേക്ക് പാഞ്ഞെത്തിയത്. അപ്പോൾ അതിൽ അവർ പറയുന്നു, അത് ആഘോഷങ്ങളും പ്രതിസന്ധിയും അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ആഭ്യന്തര തീരുമാനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അത് വിതരണം ചെയ്യുന്നതെന്നും മാത്രമല്ല എന്താ പറയുക, വളരെയധികം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന
ആ, താഴെക്കെട്ടിലുള്ള പ്രവർത്തകരുടെ കുടുംബമൊന്നും പട്ടിണിയാവാൻ പാടില്ലല്ലോ, അതിനുള്ളൊരു കരുതൽ കൂടിയാണ് ഈ കിറ്റുകൾ എന്നാണ് അവരുടെ അവകാശവാദം. അപ്പോൾ അത് അല്ല വോട്ടർമാരുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കിറ്റ് വിതരണമാണ് എന്ന് മറുപക്ഷവും പറയുന്നു. ഇപ്പോൾ മറുപക്ഷം പറയുന്നതിൽ ശരിയില്ലായികയില്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നൊരു സമയത്താണല്ലോ ഇത്തരം കിറ്റ് വിതരണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കിറ്റ് വിതരണം ചെയ്യണമല്ലോ. ഒരു പ്രത്യേക സ്ഥലം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കിറ്റ് വിതരണം ചെയ്യുന്നതിന് ദുരുദ്ദേശമില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢയൊന്നുമല്ല നമ്മൾ. അപ്പോൾ ഭരണമികവിനു പകരം ഇത്തരം താൽക്കാലിക ലാഭങ്ങൾക്ക് ആയി നമ്മൾ വോട്ട് ചെയ്യുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ആരോഗ്യകരമായ ജനാധിപത്യ രീതിയല്ല. ഈ മികവ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നാം വോട്ട് ചെയ്യുന്നത്. താൽക്കാലികമായ ലാഭങ്ങളിലും സൗജന്യത്തിലൊക്കെ നമ്മൾ വോട്ട് ചെയ്താൽ നമ്മുടെ ജനാധിപത്യം പെറിലാവും, അപകടത്തിലാവും. അത് വോട്ടർമാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരം പ്രലോഭനങ്ങൾക്കൊക്കെ വഴങ്ങാതെ രാഷ്ട്രീയ ബോധത്തോടെ തന്നെ വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുള്ളൂ. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടരുത്. നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെയും ബോധത്തെയൊന്നും നമ്മൾ പണയം വയ്ക്കാൻ തയ്യാറാകരുത്. കാരണം അങ്ങനെ ആയാൽ അടിമുടി കറപ്റ്റഡാണ് ഇപ്പോൾ തന്നെ. അവിടേക്ക് കയറി വരുന്നത് ഗുണ്ടകളായിരിക്കാം, കയ്യുൾക്കൊള്ളാൻ കാര്യക്കാരൻ എന്ന രീതിയിലുള്ള നേതാക്കളായിരിക്കാം. അവരുടെ പൈസ കൊണ്ടാണ് നാം ജീവിക്കുന്നതെന്നൊരു തോന്നൽ നമ്മിലുണ്ടാക്കുക. ഇപ്പം തന്നെ പൊതുഖജനാവിന്ന് കിറ്റ് തന്നിട്ട് തന്നെ ഒരു കക്ഷി പറയുന്നത് കേട്ടു, കിറ്റൊക്കെ വാങ്ങി തിന്നിട്ട്, ഒരു നേതാവ് പറയാം, കിറ്റൊക്കെ വാങ്ങി തിന്നിട്ട് വോട്ട് മറ്റുള്ളവർക്ക് കൊടുത്തില്ലേ എന്നൊരു തോന്നൽ. സ്വന്തം കുടുംബത്തെ കാശോ അല്ലെങ്കിൽ ചാരിറ്റി നടത്തിയതോ ഒന്നുമല്ല, പൊതുഖജനാവിലെ കാശെടുത്ത് കിറ്റ് കൊടുത്ത് ആൾക്കാർ ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ കൊടുത്ത കിറ്റിൻ്റെ കണക്ക് അവരെ വീട്ടിൽ നിന്ന് തന്ന പോലത്തെ കണക്ക് പറഞ്ഞ് എന്നിട്ട് വോട്ട് മറ്റുള്ളവർക്ക് കൊടുത്തില്ലേ, അത് ചെയ്തത് ഞങ്ങളല്ലേ, ഞങ്ങളുടെ കക്ഷിയല്ലേ എന്ന് നെഞ്ചു വിരിച്ച് നിന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ട്. അത്രയ്ക്ക് രാഷ്ട്രീയ ബോധം നമ്മെ ഭരിക്കുന്നവർക്ക് തന്നെ ഉള്ളൂ. ആ സാഹചര്യത്തിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നിലപാട് മാറ്റുകയും രാഷ്ട്രീയ ബോധം പണയം വയ്ക്കുകയും ചെയ്താൽ നമ്മൾ ഖേദിക്കേണ്ടതായി വരും. ഇറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി എന്നാണ് പറഞ്ഞത്. നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. നമ്മൾ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കെട്ടകാലത്ത് നമ്മളെ അടിയറവ് വയ്ക്കരുത്. എല്ലാം നമ്മുടെ ആണ് എന്നിരിക്കെ എന്തിനാണ് ഒരു കിറ്റിൻ്റെ പുറത്ത് നമ്മൾ മലക്കം മറിയണത്? ഇതെല്ലാം നമ്മുടെയാണെന്നിരിക്കെ അത് ലൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർ അതിന് ലൂട്ട് ചെയ്യാനുള്ള അവസരങ്ങൾക്കായിട്ട് നമ്മളെ എല്ലും കഷ്ണം തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരോട് പോടാ പുല്ലേ എന്ന് തന്നെ പറഞ്ഞില്ലെങ്കിൽ, അത് ഏത് കക്ഷിയാണെങ്കിലും, ഞാൻ ബി ജെ പിയെ മാത്രമല്ല പറഞ്ഞത്, ബി ജെ പിയുടെ പേരിലാണ് ഈ ആരോപണം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ പേരെടുത്ത് പറഞ്ഞത്. ഏത് കക്ഷിയാണെങ്കിലും, LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും, എല്ലും കഷ്ണം തന്ന് സ്വാധീനിക്കാൻ വന്ന് നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെ സ്വാധീനിക്കാനും അതിനെ മാറ്റാനും പ്രേരിപ്പിക്കുകയാണെങ്കിൽ, പോടാ പുല്ലേ, എനിക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, ഞാൻ എൻ്റെ ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ, അല്ലാത്ത വികസനത്തിൻ്റെ മുൻനിർത്തിയേ ഞാൻ വോട്ട് ചെയ്യൂ, വികസനം ചർച്ചയാവട്ടെ, ഭരണ മികവ് ചർച്ചയാകട്ടെ, അല്ലാതെ നിങ്ങളുടെ സൗജന്യ കിറ്റ് എനിക്ക് വേണ്ട, ഇത് തെറ്റാണ്. അത് കൊണ്ടുവരുന്നവരോടും അതേ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മളാണ് രാജാക്കന്മാർ. നമ്മെ എല്ലുന്ന കഷ്ണം തന്ന് സ്വാധീനിക്കാൻ വരുന്നവരെ ട്രേറ്റേഴ്സായി, ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന കശാപ്പുകാരായി മാത്രം നാം കാണേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.